ജബൽപൂരിൽ വൈദികരെ ആക്രമിച്ച സംഭവം ന്യായീകരിച്ച് പി.സി. ജോർജ്. ക്ഷേത്രത്തിന് മുന്നിൽ പോയി പ്രശ്നമുണ്ടാക്കിയാൽ ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്നും പി.സി. ജോർജ്. കുറച്ച് നാളായി ഈ ചപ്പടിത്തപ്പാട് പറിച്ചു വന്നു ഒരു കാര്യമില്ല. അവിടെ ക്ഷേത്രത്തിൽ പിന്നെ ചെന്ന് മര്യാദ കാണിച്ചു വർത്താനം പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും. മനസ്സിലായില്ലേ? അതിനകത്ത് അത് ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഒന്നുമില്ല. ഹിന്ദു ആണ്. ഇപ്പൊ അരിയത്തപ്പള്ളിയുടെ പിന്നെ നിന്നിട്ട് ഷാരു പറയുക അരിയത്തപ്പള്ളി ഇരിക്കുന്ന കാണാനാകുമ്പോൾ ചിലപ്പോൾ അടിപിടിച്ചിരിക്കും. ഞാൻ തന്നെ അടിച്ചിരിക്കും. പിണങ്ങിയിട്ട് കാര്യമില്ല. അത് മതവിശ്വാസം. ആ വിശ്വാസം തകർക്കുന്നെങ്കിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. പ്രവർത്തിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. സഹിച്ചോണ്ടാ മതി. ഹലോ, വെൽക്കം ചാനൽ. ജബൽപൂരിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചത് ന്യായീകരിച്ച് പി.സി. ജോർജ്. അമ്പലത്തിൻ്റെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ അടി കിട്ടും. അതാരായാലും അടി കിട്ടും. അപ്പോൾ ഈ മനുഷ്യനെ ഈ നാറിക്ക് മതമൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കണം. അതിന് ക്രിസ്ത്യാനികളല്ല, മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളെ വരെ ഈ മഹാഭാവി ഒറ്റുകൊടുക്കും. ഈ മഹാഭാവിയെ നമ്മളെന്താണ് പറയുക? ഇദ്ദേഹത്തിന് വട്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും. ഇതുവരെയും ക്രിസ്ത്യാനികളുടെ കാര്യം പറഞ്ഞ് പൊക്കി പിടിച്ച് ക്രിസ്ത്യൻ സ്ത്രീകളെ ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 400ഓളം പെൺകുട്ടികളെ മതം മാറ്റി ഇസ്ലാം ജിഹാദികൾ കൊണ്ടുപോയി. മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകണമെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിക്ക് സപ്പോർട്ട് ചെയ്ത മനുഷ്യനാണ് പറഞ്ഞത്. ജബൽപൂരിൽ വൈദികരെയും പള്ളിയും ആക്രമിച്ചത് അതവരെ കയ്യിലിരിപ്പുകൊണ്ടാണ്. കാരണം അത് അമ്പലത്തിൻ്റെ അവിടെ പോയ ആരായാലും ചെയ്യുന്നു. ഇദ്ദേഹം എന്തു ക്രിസ്ത്യൻ ചെയ്തതിന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. അപ്പോൾ ദയവ് ചെയ്ത് നല്ലവരായ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇദ്ദേഹത്തിന് ബഹിഷ്കരിക്കുക. ഇദ്ദേഹവുമായി നിങ്ങൾ ചങ്ങാത്തം കൂടാതിരിക്കുക. ഗാസ തീവ്രവാദികളാണ് ഇയാളെ കൊണ്ടു നടക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ദ്രോഹിയുടെ വലയിൽ വീഴാതെ നമ്മൾ മതസൗഹാർദ്ദം കാത്തു സംരക്ഷിക്കുക. ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവുമെല്ലാം പരസ്പരം സ്നേഹിച്ച് നമ്മൾ കഴിയുക. ഈ ജാതി സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം അപ്പനെ അവർ ഒറ്റുകൊടുക്കുന്നവരുമായി വർത്തമാനം കേട്ട് നമ്മൾ ഇവരെ കൂട്ടുകൂടരുത്. അതേമാതിരി ഒരിക്കൽ പറയും മുസ്ലിങ്ങൾ നല്ലതാണ്, പി.സി. ജോർജിന് വെളിവില്ല എന്ന് പറയുന്ന നമ്മുടെ നടേശൻ ഇന്ന് മലപ്പുറത്ത് പോയിട്ട് മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണ് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കണം. അദ്ദേഹത്തിനും എന്ത് പറ്റിയെന്നറിയില്ല. ഇപ്പോൾ പറയാനല്ല പിന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ ഇവർക്കെല്ലാം ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കള്ളപ്പണം സംരക്ഷിക്കണം, ഇവരെ ഈടിയോ ഒതുക്കാൻ വേണ്ടിയില്ല, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവരെ സംബന്ധിച്ച് ഇവരോടും സ്നേഹമില്ല, മറ്റവരോടും സ്നേഹമില്ല, ആരോടും സ്നേഹമില്ല. ഇവരെ കാര്യം ഇവർക്ക് സുഖമായി ജീവിക്കണം, ഇവർക്ക് പദവികൾ വേണം. അതിനായിട്ട് ഇവരെന്ത് ചെയ്യും? ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും വേറെ വിഷയവുമായി വരുന്നവർ നന്ദി, നമസ്കാരം. ഓക്കെ.